കളി തുടങ്ങിയിട്ട് ഇതിനിട്ട് വന്നതാ പ്രശ്നം. ഇന്ന് നേരം വൈകി നീറ്റുകൊണ്ട് തന്നെ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കടല വെള്ളത്തിയിട്ട് പുട്ടും കടലൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ചായ പിടിക്കുന്ന ടൈമിലാണ് മാഡം വിളിച്ചിട്ട് പറഞ്ഞത് ഹയാത്തി പോകണം, വേഗം വയോ പറഞ്ഞു. അങ്ങനെ മാഡത്തിനായിട്ട് ഹയാത്തി പോയി. വന്നപ്പോൾ രാജേഷ് ഒട്ടകം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാനുള്ള പ്ലാനില്ല. കറി രാജേഷും വെച്ച്, പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് അത് ഞാനാണ് വെച്ചത്. അത് നൈസായിട്ടൊന്ന് പാളിപ്പോയി, ഉപ്പിടാനൊക്കെ മറന്ന്. അതിൻ്റെ ഇടയ്ക്ക് ബാബ വിളിച്ചിട്ട് പറഞ്ഞ് സ്റ്റേഷനിൽ എയർ കുറവാണ്, അപ്പോൾ എയർ അടിക്കാൻ. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ എയർ യൂണിറ്റ് ഉള്ളതുകൊണ്ട് അത് പമ്പിൽ പോകേണ്ടി വന്നില്ല, അവിടെ നിന്ന് തന്നെ അടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിൽ വന്ന് കിടന്ന്. അപ്പോഴത്തേക്കും ചോറ് കഴിക്കാൻ ടൈമായി. ചോറ് ചെറുതായിട്ട് പാലായാലും ഒട്ടക കറി സൂപ്പറായി. രാജേഷിൻ്റെ കറി പിന്നെ ഒക്കെ അടിപൊളിയായിരുന്നു. ബീഫ് കറി വെച്ചാലൊക്കെ അടിപൊളിയാണ്. പിന്നെ ആഷിഫ് ഉണ്ടായിരുന്നു ചോറ് കഴിക്കാൻ. അവനക്ക് വീഡിയോ എടുക്കണതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല, അതാണ് ഈ തല കുണിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അടുത്ത മാസം നാട്ടിൽ പോകണം, അതൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എന്നിട്ടാണ് പോയത്. പിന്നെ കുറച്ച് നേരം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാഡം വിളിച്ച് ജിമ്മി മാൾ പോകണം പറഞ്ഞിട്ട്. അങ്ങനെ മാഡത്തിനായിട്ട് ജിമ്മി മാളും പോയി. എന്തായാലും ആ പോക്ക് ഗുണമുള്ള പോക്കായിരുന്നു. മാഡം ശമ്പളം തന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നാട്ടിലേക്ക് പൈസ അയക്കാൻ നിന്ന് നേരെ വിട്ട് അനുസരിക്ക്. അങ്ങനെ കാശൊക്കെ അയച്ച് വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണേട്ടൻ വന്നിട്ട് പറയണ സനയെ പോകാണ്ട്, എന്താ ബാബയുടെ ഗോൾഫിൻ്റെ എന്തോ വണ്ടിയിൽ എന്തോ വാങ്ങാണ്ട്. അങ്ങനെ പിന്നെ രാജേഷിൻ്റെ വണ്ടിയിലാണ് പോയത്. രാജേഷ് വണ്ടിയിട്ട് വന്നു. നേരെ വിട്ട് സനയിൽ ഞാനും കൃഷ്ണേട്ടനും രാജേഷും കൂടിയിട്ടാണ് പോയത്. അവിടെ പോയാൽ വെയിറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല, സാധനം റെഡി ആയിട്ടുണ്ടായിരുന്നു. നേരെ അടുത്ത് വണ്ടി കയറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കഫീലിൻ്റെ മോനെ ബൈക്കും റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും സനയിൽ തന്നെയായിരുന്നു, രണ്ട് കട അപ്പുറമായിരുന്നു. ഇത് വാങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞ സാധനം റെഡി ആയിട്ടില്ല, കുറച്ച് മിനിറ്റ് വരാനേ. അത് തൊട്ട് നോക്കിയിട്ട് തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ തീരുമാനമാക്കണം, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഗോവിന്ദ